പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 29. പ്രധാന വാർത്തകൾ. മുസന്തം ഗവർണറേറ്റിലെ പ്രധാന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന റോഡ് പദ്ധതി പുരോഗമിക്കുന്നു. ദിബയിൽ നിന്ന് ആരംഭിച്ച് ലിമ വഴി കടന്നുപോകുന്ന പാത ഖസബിൽ അവസാനിക്കും. 70 കിലോമീറ്ററാണ് റോഡിന്റെ ദൈർഘ്യം. പദ്ധതി പുരോഗതി ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം ഉദ്യോഗസ്ഥർ വിലയിരുത്തി. 42 മാസം കൊണ്ട് നിർമ്മാണവും 3 മാസങ്ങൾ കൊണ്ട് അനുബന്ധ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ തന്നെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ നിർമ്മാണ പ്രവൃത്തികളിൽ ഒന്നാകും ദിബ്ബ ലിമ കസബ് പാത. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കസബിൽ നിന്ന് ലിമയിലേക്ക് 22 മിനിറ്റും ലിമയിൽ നിന്ന് ദിബ്ബയിലേക്ക് 55 മിനിറ്റും മാത്രമാകും യാത്രാസമയം. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സഹം വിലായത്തിൽ ഒട്ടകങ്ങൾ ചത്ത സംഭവത്തിൽ 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫാമിൽ ഒട്ടകങ്ങൾ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുകയായിരുന്നു. പ്രതികൾ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ഒട്ടകങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് കണ്ടെത്തി. ഒട്ടക ഉടമയും പ്രതികളും തമ്മിലുള്ള വ്യക്തിപരമായ തർക്കങ്ങളാണ് ആക്രമണത്തിന് കാരണം. പ്രതികൾക്കെതിരായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ മഴ ലഭിച്ചു. രാവിലെ മുതൽ ആരംഭിച്ച മഴ വൈകുന്നേരവും തുടർന്നു. മഴ പെയ്ത സ്ഥലങ്ങളിൽ താപനില താഴുകയും ചെയ്തു. കനത്ത കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു മഴ. ബഹ്ല, റുസ്താഖ്, ജബൽ അക്തർ, ദംഗ്, വാദി അൽ ജിസി എന്നിവിടങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. വരും ദിവസങ്ങളിലും അസ്ഥിര കാലാവസ്ഥ തുടരും. എന്നാൽ തലസ്ഥാനം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും പകലിൽ കനത്ത ചൂട് അനുഭവപ്പെട്ടു. സമസ്ത ഇസ്ലാമിക് സെന്റർ സലാല ടൗൺ ഏരിയ മീലാദ് സംഗമം സംഘടിപ്പിച്ചു. മസ്ജിദ് ബിൻ അഫീഫിൽ വെച്ച് നടന്ന പരിപാടിയിൽ കമ്മിറ്റി പ്രസിഡന്റ് സമീർ ഫൈസി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ SIC സലാല ഉപദേശക സമിതി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നു മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച വരെ രാജ്യത്ത് ന്യൂനമർദ്ദം ബാധിക്കും. ഇതിന്റെ ഭാഗമായി ദോഫാർ ഗവർണറേറ്റിലെ തീരപർവ്വത പ്രദേശങ്ങളിലും അൽഹജർ പർവ്വതനിരകളിലും വ്യത്യസ്ത തീവ്രതയുള്ള മഴ ലഭിച്ചേക്കും. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രസ്താവനയിൽ അറിയിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പിന്തുടരാൻ കേന്ദ്രം പൗരന്മാരോടും താമസക്കാരോടും ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ അവസാന വാരത്തിലും ഒമാനിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തുടരുന്നു. ശൈത്യ കാലാവസ്ഥയ്ക്കായി ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന. ഉയർന്ന താപനിലയ്ക്കൊപ്പം ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും പുറം ജോലിക്കാരെ ദുരിതത്തിലാക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്കും അസ്ഥിര കാലാവസ്ഥ ഇടയാക്കുന്നു. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 42.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദമാവാത്ത ഈ പ്രദേശത്തായിരുന്നു ഇത്. പുകയില ഉൽപ്പന്നങ്ങളുമായി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കടൽ മാർഗം നുഴഞ്ഞുകയറാൻ ശ്രമിച്ച സംഘങ്ങളെ പിടികൂടിയത്. 4 സംഭവങ്ങളിലായി നിരവധി പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്നും വലിയ തോതിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് പറഞ്ഞു. ദോഫാർ ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധന വ്യാപിപ്പിച്ച് നഗരസഭ. ഭക്ഷ്യസുരക്ഷാ വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി കടകളിൽ പരിശോധന നടത്തിയതായി അധികൃതർ അറിയിച്ചു. 2 റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടി. നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ഉപയോഗയോഗ്യമല്ലാത്ത ഭക്ഷണ വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇവ നീക്കം ചെയ്യുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചത്. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. കഴിഞ്ഞ ദിവസം ദാഖിലിയ നഗരസഭയുടെ കീഴിൽ ഭക്ഷണശാലകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു. റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേളയിലെ ഒമാൻ പവിലിയനിൽ സന്ദർശകരേറുന്നു. അപൂർവങ്ങളായ കയ്യെഴുത്ത് പ്രതികളാണ് പവിലിയനിലെ ആകർഷകമായ കാര്യങ്ങളിലൊന്ന്. 5000 കയ്യെഴുത്ത് പ്രതികളാണ് ഇവിടെയുള്ളത്. ഇതിൽ പലതും
900 വർഷങ്ങൾക്ക് മുമ്പുള്ളവയാണ്. ആദ്യകാല ഒമാനി പണ്ഡിതന്മാരുടെ ജീവചരിത്രങ്ങളും ചോദ്യോത്തരങ്ങളുമെല്ലാം കൈയെഴുത്ത് പ്രതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചരിത്രം, സാഹിത്യം, ഭാഷ, നിയമശാസ്ത്രം, തത്വചിന്ത, സമുദ്രശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തരായ ഒമാനി എഴുത്തുകാരുടെ കൈയെഴുത്ത് പ്രതികളും മറ്റു പുസ്തകങ്ങളും ഒമാനി പവലിയനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുസ്തകമേളയുടെ ആദ്യ ദിനം മുതൽ നൂറുകണക്കിന് അക്ഷരപ്രിയരാണ് പവലിയൻ സന്ദർശിക്കുന്നത്. നിരവധി പേർ ഒമാനി പുസ്തകങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ കൗൺസിൽ നവംബർ 1 മസ്കത്ത് അൽ ഫലാജ് ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന മാനവീയം 2024 പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം നടന്നു. ഒമാനിലെ മാധ്യമപ്രവർത്തകരുടെയും വേൾഡ് മലയാളി ഫെഡറേഷൻ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ മിഡിൽ ഈസ്റ്റ് റീജിയണൽ കോർഡിനേറ്റർ ഉല്ലാസ് ചെറിയാൻ, ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാറിന് മാനവീയം 2024 പോസ്റ്റർ കൈമാറി. ഏറെ വേദനകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും പ്രവാസത്തിന് ആത്മീയതയുടെ സുഖമുണ്ടെന്ന് നടനും സംവിധായകനുമായ മുരളി ഗോപി അഭിപ്രായപ്പെട്ടു. മസ്കത്തിലെ നായർ ഫാമിലി യൂണിറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ചിങ്ങപ്പൊന്നോണത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖരീഫ് കാലം അവസാനിച്ചതോടെ സഞ്ചാരികളുടെ തിരക്കൊഴിഞ്ഞ് ദോഫാർ. മസ്കത്ത് സലാല റോഡിൽ വാഹനങ്ങളുടെ എണ്ണവും കുത്തനെ കുറഞ്ഞു. കുറഞ്ഞ ആഭ്യന്തര സന്ദർശകർ മാത്രമാണ് അവസാന ദിവസങ്ങളിൽ സലാലയിൽ ഉണ്ടായിരുന്നത്. ഇവർ കൂടെ മടങ്ങിയതോടെ നിരത്തുകളിലെ തിരക്കുകളും ഹോട്ടലുകളിലെ അതിഥികളും കുറഞ്ഞ് സലാല പഴയ സലാലയായി. എന്നാൽ സെർബ് സീസൺ അനുബന്ധിച്ചുള്ള വ്യത്യസ്ത പരിപാടികൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കുന്നതോടെ വീണ്ടും സന്ദർശകർ എത്തും. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 21 വരെയുള്ള കാലയളവിൽ ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ദോഫാർ സന്ദർശിച്ചു മടങ്ങിയത്. ഇത്തവണ ഖരീഫ് കാലം ദോഫാറിന് പഴയ ഉണർവ് സമ്മാനിച്ചു. ഡോളറിനെതിരെ കരുത്ത് തിരിച്ചുപിടിക്കാൻ രൂപ. ഒരാഴ്ചക്കിടെ ഏറ്റവും ഉയർന്ന മൂല്യത്തിലേക്ക് രൂപ തിരിച്ചെത്തിയപ്പോൾ വിനിമയ നിരക്ക് കുറഞ്ഞു. ഒരു റിയാലിന് 217 രൂപ 10 പൈസയാണ് ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 217 രൂപ 80 പൈസയായിരുന്നു ലഭിച്ചിരുന്നത്. റിയാലുമായുള്ള വിനിമയത്തിൽ 2 രൂപയോളം കുറവുണ്ടായി. ഞായറാഴ്ച വരെ നിലവിലെ നിരക്ക് ലഭിക്കും. അതേസമയം വിനിമയ നിരക്കിലെ ചാഞ്ചാട്ടം തുടരുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. വിനിമയ നിരക്ക് ഉയർന്നത് പ്രവാസികൾക്കിടയിൽ വലിയ സന്തോഷത്തിന് വഴിയൊരുക്കിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.